നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ സ്കൂൾ മൈതാനത്തെ മാലിന്യങ്ങൾക്കിടയിൽ അഴുകിയ 30 ഹമാസ് ഭീകരരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. കണ്ണുകൾ ടേപ്പൊട്ടിച്ച നിലയിലും കഴുത്തിലും തലയിലും സ്ട്രിപ്പിട്ട നിലയിലും കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലുമായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞടുക്കുന്ന ഒരു അപ്ഡേറ്റ് വരികയാണ്. ഗാസയിലെ സ്കൂളിന്റെ ഒരു ഗ്രൗണ്ടിൽ മാലിന്യത്തിനടിയിൽ നിന്ന് 30-ലധികം പലസ്തീനുകളുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. ഇത് ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉള്ളത് തന്നെയാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, 6 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ നടത്തുവാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. എന്നാൽ ഇത് ഇസ്രായേൽ അന്തിമമായിട്ട് അംഗീകരിച്ചിട്ടില്ല. 6 ആഴ്ചത്തേക്ക് വെടിനിർത്തുക, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ സൈന്യം പിന്മാറുക. ജനവാസ കേന്ദ്രങ്ങളിൽ സൈന്യം പിന്മാറുമ്പോൾ ജനജീവിതം നിലയിലേക്ക് ആക്കുന്നതിൽ സഹകരിക്കുക. ഇത് അമേരിക്കയാണ് ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. പകരം ഇസ്രായേലിന്റെ 100ഓളം ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കും. ഒരു ബന്ദിക്ക് പകരമായിട്ട് 3 തടവുകാരെ ഇസ്രായേലും വിട്ടയക്കണം. ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഖത്തറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. പക്ഷേ ഇസ്രായേൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കരാറിന് അംഗീകാരം നൽകിയിട്ടില്ല എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വിഷയത്തിൽ ലഭ്യമായ വിവരങ്ങൾ, ഇത്തരം കരാർ 6 ആഴ്ചത്തേക്ക് യുദ്ധവിരാമം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഈ സമയത്ത് പൂർണ്ണമായിട്ടും മാറി നിൽക്കണം. പക്ഷേ ഇസ്രായേലിന് ഗാസയിൽ നിന്നും പിന്മാറണം, അല്ലെങ്കിൽ ഗാസയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു കരാർ, ഒരു ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് പൂർണ്ണമായിട്ടും മാനുഷിക സഹായത്തിനും ഔഷധം എത്തിക്കുവാനും ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ 6 ആഴ്ചത്തെ സമയവും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തിന്റെ പിന്മാറ്റവും എന്നാണ് അമേരിക്കയും ഖത്തറും ഉൾപ്പെട്ട ഒരു ചർച്ചയിൽ പറയുന്നത്. മടങ്ങി വരുന്ന ഓരോ ഇസ്രായേലിക്കും, അതായത് ഒരു ഇസ്രായേലി ബന്ദിക്ക് 3 പലസ്തീൻ തടവുകാരെ വിട്ടയക്കും എന്ന ഒരു ധാരണയും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ തടവറയിൽ ഏകദേശം 7000ഓളം പലസ്തീനുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഈ യുദ്ധത്തിൽ മാത്രം ഹമാസിന്റെ തടവുകാരായിട്ട് പിടിച്ചെടുത്തത് ഏകദേശം 4000ഓളം പേരെയാണ്. റെയ്ഡുകളും അറസ്റ്റും നടത്തി നിരവധി ആയിരക്കണക്കിന് പേരെ കാലുകളൊക്കെ ബന്ധിച്ച് വാഹനത്തിലിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനു മുമ്പ് ഇസ്രായേലിന്റെ കൈവശം 2000-ലധികം തടവുകാർ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ തടവറയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ ഏകദേശം 150-ലധികം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ഇപ്പോൾ 100 തടവുകാരെ വിട്ടയക്കുമ്പോൾ ഈ എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ 300 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുക്കണം. അപ്പോൾ 100 ഇസ്രായേലിന്റെ ബന്ദികളെ വിട്ടയക്കും. പകരം 6 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ. എന്നാൽ ഇത്തരം നിലപാടുകളൊന്നും ഇസ്രായേൽ ഇതുവരെ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസം ഇസ്ലാമിക മീഡിയകൾ, ഇസ്ലാമിക മേഖലകളിൽ നിന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്, ഗാസയിൽ നിന്നും ബന്ദികളെ വിട്ടയക്കുമ്പോൾ ഒരു ബന്ദിക്ക് 250 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ഗാസയുമായി ബന്ധപ്പെട്ടുള്ള പലസ്തീന്റെ ആളുകൾ പങ്കുവച്ചത്. ഇത് പക്ഷേ ഇസ്രായേൽ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. ഇത്തരം ധാരണകളോ കരാറുകളോ അതിന് ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നുള്ള രീതിയിൽ ഒരു ബന്ദിക്ക് 250 പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നുള്ള ആ ഒരു റിപ്പോർട്ട് ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഈ ഒരു ബന്ദിക്ക് 3 തടവുകാരെ വിട്ടയക്കണമെന്നുള്ള ഉപാധിയും 6 ആഴ്ചത്തേക്ക് യുദ്ധം നിർത്തിവെക്കണമെന്നുള്ളതും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്നുള്ളതും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എന്നും യുദ്ധം തുടരുമെന്നും പലസ്തീന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കരാറുകൾ ലോകരാജ്യങ്ങളെല്ലാം ഒരു ധാരണയിൽ എത്തി ഇസ്രായേലിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമ്പോഴും യുദ്ധം നിർത്തിവെക്കാനോ അല്ലെങ്കിൽ പലസ്തീനിന് മേലുള്ള നടപടികൾ അവസാനിപ്പിക്കുവാനോ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. യുദ്ധം ഗാസയിൽ
ഗാസയിൽ തുടരും എന്ന് ഇപ്പോൾ ഏറ്റവും അവസാനവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഗാസയും ഹമാസുമായിട്ട് ഉണ്ടാകുന്നതല്ല. ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള അന്തിമമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രതികരണവും. അതേസമയം ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ഇപ്പോൾ ഉണ്ടാവുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുക, നിങ്ങളുടെ ആളുകളെ ഗാസയിൽ നിന്നും എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരിക, അതിനുശേഷം സംഘർഷം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതാണ് ലോകത്തിന്റെ വട്ടമേശയിലിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉരുത്തിരിയുന്ന വിവരങ്ങൾ ഇസ്രായേലിന് മേൽ ശക്തമായ സമ്മർദ്ദമാണ്. ബന്ദികളെ കൊണ്ടുപോകൂ, പകരം വിട്ടുവീഴ്ചകൾ ചെയ്യൂ, കുറച്ച് പലസ്തീൻ തടവുകാരെ വിട്ടയക്കൂ, ഏതാനും ആഴ്ചകൾക്ക് യുദ്ധം നിർത്തൂ, അവിടെ ഭക്ഷണവും ആഹാരവും മരുന്നും വെള്ളവും എത്തിക്കാനുള്ള ഒരു ബ്രേക്കിംഗ് ടൈം കൊടുക്കുക. ആ സമയത്ത് ഇതിനൊക്കെ പകരമായിട്ട് നിങ്ങളുടെ ആളുകളെ ഗാസയിൽ നിന്നും ഹമാസിന്റെ കൈവശത്തു നിന്നും കൊണ്ടുപോവുക. ഈ ഒരു ഉപാധി ഇപ്പോൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലോകരാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ളവർ. അതിനുശേഷം നിങ്ങൾക്ക് യുദ്ധമാകാമല്ലോ. 6 ആഴ്ചത്തേക്ക് ഒരു ബ്രീത്തിംഗ് ടൈം ഗാസയ്ക്ക് കൊടുക്കുക. തൽക്കാലം അവരുടെ കുറച്ച് തടവുകാരെ നിങ്ങൾ വിട്ടയക്കുക, പകരം നിങ്ങളുടെ തടവുകാരെ എല്ലാം കൊണ്ടുപോകുക. പക്ഷേ ഇസ്രായേലിന് ഇത് സ്വീകാര്യമല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവസാനമായും പറയുന്നത്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് വരുന്നത് വടക്കൻ ഗാസയിലെ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് അതിന്റെ മാലിന്യങ്ങൾക്കടിയിൽ നിന്ന് 30-ലധികം ഹമാസ് പ്രവർത്തകരുടെ ശവശരീരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഇത് പലസ്തീന്റെ ആളുകളുടേതാണ്, പലസ്തീൻ പൗരന്മാരാണ് എന്ന് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അടക്കം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ കൂട്ടവധശിക്ഷ നടപ്പാക്കുകയാണ് എന്ന് ആരോപിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് വംശഹത്യ അവസാനിപ്പിക്കണം, കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കണം എന്ന വിധി വന്നതിന് ശേഷവും ഇസ്രായേൽ പലസ്തീൻ ഹമാസ് പ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്യുകയാണ് എന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന്റെ കൂട്ടക്കൊലയാണ് അവസാനം ഈ ഒരു 30-ലധികം ജഡങ്ങൾ കണ്ടെത്തിയത്. പരിശോധിച്ച ജഡങ്ങളുടെ വാ മൂടിക്കെട്ടിയിരുന്നു, അതുപോലെ കണ്ണും ചെവിയും ടേപ്പുകൾ വെച്ച് ഒട്ടിച്ചിരുന്നു, കൈകളും കാലുകളും ബന്ധിച്ചിരുന്നു. അതിനുശേഷം ഇവരെ വെടിവെച്ച് കൊല്ലുകയോ മറ്റോ ആയിരുന്നു എന്നാണ് സംശയിക്കുന്നത്. ഏതായാലും സ്കൂളിന്റെ മൈതാനത്തിൽ മല പോലെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റിനടിയിൽ ചില ദുർഗന്ധം പരന്നപ്പോഴാണ് സമീപവാസികളും ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും ഇത് പരിശോധിക്കുവാൻ തയ്യാറായത്. മാലിന്യം നീക്കി അടിയിലെത്തിയപ്പോൾ ഭീകരമായ കാഴ്ചകളാണ്. അഴുകിയ നിലയിലായിരുന്നു ഹമാസ് പ്രവർത്തകരുടെ ജഡങ്ങൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇതെല്ലാം ഏതാനും ദിവസങ്ങളായി ഇവിടെ കുഴിച്ചിട്ടിട്ട് എന്നും പറയപ്പെടുന്നു. ഇസ്രായേലിനെതിരായിട്ടാണ് ഇവരുടെ ആരോപണം. പക്ഷേ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അത് കൂട്ടക്കൊല നടത്തി അവരെ മാലിന്യത്തിനടിയിൽ ഒളിപ്പിച്ചു, മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു. കറുത്ത പ്ലാസ്റ്റിക് കവറിനുള്ളിലായിരുന്നു 30-ലധികം ജീർണിച്ച അഴുകിയ മൃതദേഹം. ഇത് തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത വിധത്തിൽ ആണ് എന്നാണ് ഇപ്പോൾ പലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിനിടെ ഗാസയിൽ 6 ആഴ്ചത്തെ യുദ്ധം നിർത്തിവെക്കലും അതുപോലെ ഇസ്രായേൽ സൈന്യത്തെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് പിൻവലിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകത്തിന്റെ റൗണ്ട് ടേബിളിൽ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ സിറിയയിൽ വൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. സിറിയയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഡസൻ കണക്കിന് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഗാസയിൽ ഏകദാണ്ട് ഒന്ന് ശമിച്ചു വരുമ്പോൾ ഇസ്രായേൽ സിറിയയിൽ ആഞ്ഞടിക്കുകയാണ്. സിറിയയിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടായിരുന്നു. സിറിയയിലെ ഹിസ്ബുള്ളയും ആണ് പ്രധാനമായിട്ടും ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളും സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവുമാണ്, വ്യോമാക്രമണം സിറിയയിൽ നടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഗാസയിലേക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ കെരേം ഷാലോം ക്രോസിംഗിലൂടെയാണ്. ഇസ്രായേലിന്റെ കെരേം ഷാലോം ക്രോസിംഗിൽ അതിലൂടെ ട്രക്കുകൾ കടത്തിവിടുന്നത് ഇസ്രായേലി പൗരന്മാർ ഇപ്പോൾ രോഷാകുലരായിട്ട് തടഞ്ഞിരിക്കുകയാണ്. ട്രക്കുകളൊന്നും കടത്തിവിടുകയില്ല, ഞങ്ങളുടെ മണ്ണിലൂടെ ഈ കടന്നു പോകുന്ന ഈ ട്രക്കുകൾ ഗാസയുടെ വിശപ്പട മാറ്റണമെങ്കിൽ ഞങ്ങളുടെ 136 ബന്ദികളെ തിരിച്ചു തരണം, അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഗാസയ്ക്ക് കൊടുക്കരുത് എന്ന ശക്തമായ നിലപാടുമായി വന്ന പല ഇസ്രായേലി പ്രക്ഷോഭകരെ അവിടുത്തെ ഇസ്രായേലിന്റെ സൈന്യം തന്നെ അനുനയിപ്പിക്കാൻ
പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ പിന്മാറുന്നില്ല. തുടർന്ന് ഏകദേശം 40ഓളം പേരെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. 40ഓളം ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേലി സേന തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ കേരേം ഷാലോം ക്രോസിംഗിൽ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഗാസയിലേക്കുള്ള ഈ ഇസ്രായേലിൽ നിന്നുള്ള ഈ ഗേറ്റ് വഴി, ഈ അതിർത്തി വഴിയുള്ള മരുന്ന്, അതുപോലെ അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രക്ക്, ഇതിന്റെയൊക്കെ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് ഇസ്രായേലി പൗരന്മാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇത് സൈനിക മേഖലയാക്കി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം സൈനിക മേഖലയിൽ കടന്നു ചെന്നും ഇസ്രായേലി പൗരന്മാർ രൂക്ഷമായിട്ടുള്ള സമരം നടത്തുകയായിരുന്നു. 136 ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാതെ എന്തിനാണ് ഗാസയിലെ ജനങ്ങൾക്ക് ആഹാരവും വെള്ളവും നമ്മളുടെ മണ്ണിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത്. ഇപ്പോൾ സൈന്യം ഈ ഈ ക്രോസിംഗ് അല്ലെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതിന്റെ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.